സാരംഗ്, ഗുഡ് മോർണിംഗ്. തൃശ്ശൂരിൽ ചുമതലയേറ്റതിനു ശേഷമുള്ള ഒന്നാമത്തെ അസൈൻമെന്റ് ആണ് സാരംഗ്. അത് കേരളം ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ അവാർഡ് പ്രഖ്യാപനമാണ് എന്നത് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ന് ഈ അവാർഡ് പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുമ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ആരൊക്കെയാണ് അന്തിമ പട്ടികയിൽ? പ്രവചനങ്ങൾ, പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണ് സാരംഗ്? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നൊരു ആകാംക്ഷ നിറഞ്ഞ ദിവസം തന്നെയാണ്. പ്രത്യേകിച്ച് മലയാളികൾക്ക് അല്ലെങ്കിൽ മലയാള ചലച്ചിത്ര ലോകത്തിന് തന്നെ ഇന്നൊരു പ്രത്യേക ദിവസമാണ്. കാരണം 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത്. വൈകിട്ട് 3:30 ഇത്തരത്തിലൊരു പ്രഖ്യാപനമുണ്ടാകും. നമുക്കറിയാം, പ്രശസ്ത നടനായിട്ടുള്ള പ്രകാശ് രാജിൻ്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് പുരസ്കാരങ്ങൾ നിയോഗിക്കുന്നത് അല്ലെങ്കിൽ പുരസ്കാര പ്രഖ്യാപനം നടത്തുന്നത്. വൈകിട്ട് 3:30 തന്നെ ഇത്തരത്തിൽ തൃശ്ശൂർ രാമനിലയത്തിലാണ് പ്രഖ്യാപനമുള്ളത്. പ്രധാനമായും ഉറ്റുനോക്കുന്നത്, അതായത് മലയാള ചലച്ചിത്ര ലോകം തന്നെ ഉറ്റുനോക്കുന്നത്, വീണ്ടും ഈ കൊടുമൺ പോറ്റിയിലൂടെ മമ്മൂട്ടിക്ക് ഒരു അവാർഡ് അല്ലെങ്കിൽ കിട്ടുമോ എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും മികച്ച നടൻ്റെ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ പ്രധാനമായും മമ്മൂട്ടിയും അതുപോലെ തന്നെ നടൻ ആസിഫ് അലിയും വിജയരാഘവനും ഉണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അജയൻ്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലൂടെ ടൊവിനോ തോമസും ഈ രംഗത്തുണ്ട് എന്നുള്ളതാണ്. എന്തായാലും 3 മണിയോടുകൂടി ഇത്തരത്തിൽ പുരസ്കാര നിർണയം ഉണ്ടാകും. അതായത് കഴിഞ്ഞ ഈ 1-ാം തീയതി, അതായത് നവംബർ 1-ാം തീയതി പ്രഖ്യാപനം നടത്താനായിരുന്നു തീരുമാനമെങ്കിൽ പോലും ജൂറി ചെയർമാനായിരുന്ന പ്രകാശ് രാജിന് അസൗകര്യങ്ങളുള്ളതിനാലാണ് തൃശ്ശൂരിലേക്ക് മാറ്റുന്നതും ഇന്ന് 3-ാം തീയതി ഒരു പ്രഖ്യാപനത്തിലേക്ക് മാറ്റുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതീക്ഷകളോടെയാണ് ഉറ്റുനോക്കുന്നത്. പ്രധാനമായും ഈ കൊടുമൺപൂറ്റി, അതായത് ഭ്രമയുഗം എന്ന സിനിമയിലൂടെ മമ്മൂട്ടി വലിയ രീതിയിൽ അതിശയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൊടുമൺ പൂറ്റി എന്ന കഥാപാത്രത്തെ വലിയ രീതിയിൽ പ്രശംസകൾ ഏറ്റുവാങ്ങിയിരുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് പ്രത്യേകിച്ചും ആസിഫ് അലി എന്ന യുവ നടൻ്റെ പ്രത്യേകത കൂടി. അതായത് കഴിഞ്ഞ കുറച്ച് സിനിമകളായിട്ട് വലിയ രീതിയിലുള്ള പ്രകടനമായിരുന്നു ആസിഫ് അലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും ഈ ഇമോഷണലൊക്കെ കൈകാര്യം ചെയ്യുന്ന വലിയ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നിരൂപക പ്രശംസയ്ക്ക് ഏറ്റുവാങ്ങുന്ന വലിയ രീതിയിലുള്ള ഒരു ഇമോഷണലി പ്രേക്ഷകരെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തു വരികയായിരുന്നു. അത്തരത്തിലുള്ളൊരു കഥാപാത്രം തന്നെയായിരുന്നു ഇത്തരത്തിലെ കിഷ്കിന്ധാകാന്തം എന്ന ചിത്രത്തിലെയും. വലിയ രീതിയിൽ ഒരു ഇമോഷണലി പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ഒരു കഥാപാത്രം തന്നെയായിരുന്നു അതും. അത്തരത്തിലൊരു കഥാപാത്രത്തിലൂടെ തന്നെ ഈ നടൻ ആസിഫ് അലിയും ഈ രംഗത്തുണ്ടെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വിജയരാഘവനുമുണ്ട്. ഇനി നടിമാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കനി കുർസിദി, അതുപോലെ തന്നെ ദിവ്യപ്രഭ, അനശ്വര രാജൻ, നസ്രിയ തുടങ്ങി കേന്ദ്ര കഥാപാത്രങ്ങളാണ് ഈ വനിതാ സിനിമാ പ്രവർത്തക പുരസ്കാരത്തിനുള്ള പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായും ഈ ഇത്തരത്തിലുള്ള നടിമാരും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ ആകാംക്ഷ നിറഞ്ഞ ഒരു നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 128 ചിത്രങ്ങളോളം അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് 38 ചിത്രങ്ങളാണ് നിലവിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 38 ചിത്രങ്ങളിൽ നിന്നാണ് മികച്ച നടൻ, അതുപോലെ തന്നെ മികച്ച സംവിധായകൻ, മികച്ച ചിത്രം, അതുപോലെ തന്നെ മികച്ച നടി തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. പ്രധാനമായും കാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ്സ് എന്ന ചിത്രം ഉണ്ടായിരുന്നു. വലിയ പ്രശംസകളൊക്കെ ഏറ്റുവാങ്ങിയ ചിത്രമായിരുന്നു. ഈ ചിത്രത്തിലൂടെയാണ് ഇത്തരത്തിൽ കനി കുസൃതിയും അതുപോലെ തന്നെ ദിവ്യപ്രഭയും ഒക്കെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്തായാലും മലയാള ചലച്ചിത്ര ലോകം വലിയ ആകാംക്ഷയിലൂടെ കാത്തിരിക്കുകയാണ്. വീണ്ടും ഒരു പുരസ്കാരത്തിന് ഈ ബ്രഹ്മയുഗത്തിലൂടെ മമ്മൂട്ടി അർഹനാകുമോ, അല്ലെങ്കിൽ ബ്രഹ്മയുഗം വീണ്ടും? ഞാനും അതാണ് ഇങ്ങനെ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സാരംഗ്. നമ്മൾ ഏതൊക്കെ അവാർഡുകൾ നോക്കിയാലും അതിൻ്റെ ഒരു ഭാഗത്ത് മമ്മൂക്ക എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ്. മറുഭാഗത്ത് എത്രയെത്ര തലമുറകൾ മാറി മാറി വന്നാലും ഒരു വശത്ത് മമ്മൂക്കയുണ്ടാകും, അഭിനയത്തോടുള്ള അടങ്ങാത്ത ദാഹം കൊണ്ട്. ഇപ്പോൾ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ഭ്രമയുഗത്തിലെ കഥാപാത്രം എടുക്കാം. സത്യത്തിൽ നമ്മളെ എത്രമാത്രം അത്ഭുതപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു ആ കഥാപാത്രം. നെഗറ്റീവ് ഷെയ്ഡുള്ള ആ കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയല്ലേ മമ്മൂക്ക നമ്മളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത്. സ്വാഭാവികമായും അതോടൊപ്പം തന്നെ നമ്മൾ ആസിഫ് അലിയുടെ കാര്യം പറയേണ്ടതാണ്. ഒരു സാധാരണ നടൻ എന്ന നിലയിൽ നിന്ന് ആസിഫ് അലിക്ക് ഈ സമീപ നാളുകളിൽ ഉണ്ടായ മാറ്റം എടുത്തു പറയേണ്ടതല്ലേ? ഇപ്പോൾ സാരംഗ് പറഞ്ഞതുപോലെ സിനിമകൾ തിരഞ്ഞെടുക്കുന്ന ശൈലിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം, അതിൻ്റെ ഇമോഷനിലേക്ക് ആസിഫ് അലി ഇറങ്ങിച്ചെല്ലുന്ന ഒരു ശൈലി, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇപ്പോൾ രേഖാചിത്രമായിക്കോട്ടെ, കിഷ്കിന്ധാകാന്ഡമായിക്കോട്ടെ, ലെവൽ ക്രോസ് ആയിക്കോട്ടെ, ആസിഫ് വല്ലാതെ മാറി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടൊവിനോ യുവനിരയുടെ കരുത്താണ്, വേറിട്ട പ്രതിഭയാണ്. ഇവരൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് മമ്മൂക്കയുണ്ട് എന്നത് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ്. തീർച്ചയായും മനു, ഈ പട്ടികയിൽ തന്നെ മുൻപന്തിയിൽ തന്നെ മമ്മൂട്ടി ഉണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ അത്തരത്തിലൊരു തർക്കത്തിൻ്റെ തന്നെ ആവശ്യമില്ല. കാരണം നമുക്ക് അറിയാം, മലയാളികളുടെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളാണ്
അതായത് ഈ ബ്രഹ്മയുഗത്തിലെ തന്നെ പ്രധാന കേന്ദ്ര കഥാപാത്രമായ കുടുംബൻ പൂറ്റിയിലൂടെ വലിയ രീതിയിൽ അതിശയിപ്പിച്ച മലയാള ചലച്ചിത്ര ലോകത്തെ തന്നെ വലിയ രീതിയിൽ അതിശയിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട, സ്ഥാനത്ത് അല്ലെങ്കിൽ ആ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെ മമ്മൂട്ടി ഉണ്ടാകും, മലയാളികളുടെ മമ്മൂട്ടി ഉണ്ടാകും, അതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ നേരെ മറിച്ച് നോക്കുമ്പോൾ എടുത്തു പറയേണ്ട പ്രത്യേകതകളൊന്നാണ് ആസിഫ് അലിയുടെ ഇതുവരെയുള്ള വളർച്ച. അതായത് തുടക്കകാലം മുതൽ യുവനടനായി വരുന്നു, എന്നാൽ ഇപ്പോൾ ഒരുപാട് നല്ല നല്ല സിനിമകൾ, അതായത് നല്ല വർക്കുകൾ ചെയ്യുന്നു. അതിലുപരി ജനങ്ങളെ കണക്ട് ചെയ്യുന്ന, ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരുപാട് കഥാപാത്രങ്ങളാണ്. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് തിരിച്ചറിയാം, ഒരുപാട് ഈ ലെവൽ ക്രോസ്, അതുപോലെ തന്നെ കിഷ്കിന്ധാകാന്തം തുടങ്ങി അതായത് ഒരു 5 or 6 ചിത്രങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ തന്നെയും വളരെ രീതിയിൽ മികച്ച പ്രകടനത്തിലൂടെ ജനങ്ങളെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരുപാട് കഥാപാത്രങ്ങളാണ് ആസിഫ് അലി ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ്, അതായത് മുൻ വർഷങ്ങളെ, അതായത് അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിൽ എത്തുന്ന സമയം മുതൽ ചെറിയ ചെറിയ സിനിമകളിലൊക്കെ അഭിനയിച്ചു വരുന്നതിനേക്കാൾ ഉപരി ഈ അവസാന ഘട്ടങ്ങളിലെ കുറച്ച് ചിത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ പ്രശംസകൾ അർഹിക്കേണ്ട കഥാപാത്രങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ഈ ജനങ്ങളെ അത്ര ഇമോഷണലി കണക്ട് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രശംസകളാണ് ആസിഫ് അലി ഏറ്റുവാങ്ങിയിരുന്നത്. അതായത് ആസിഫ് അലി എന്ന വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരു യഥാർത്ഥ നടനെ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ തന്നെ അദ്ദേഹം ഞെട്ടിപ്പിച്ചുകൊണ്ട് മലയാള പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഒരുപാട് ചർച്ചകളൊക്കെയായ സിനിമ തന്നെയായിരുന്നു ഈ കിഷ്കിന്ധാകാന്തവും. പ്രത്യേകിച്ച് അതിൽ ആസിഫ് അലിയുടെ അഭിനയം തന്നെ വളരെ ശ്രദ്ധ നേടിയിരുന്നു. ഒരുപാട് നിരൂപകരൊക്കെ ചർച്ച ചെയ്തിരുന്നു, അല്ലെങ്കിൽ സിനിമ പ്രവർത്തകർ, അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ, പ്രേക്ഷകർ, മലയാളികൾ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ മികവിനെ, കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ചുള്ള മികവിനെ ചർച്ച ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാന കാര്യം. രണ്ടാമത്തെ കാര്യമാണ് ഇത്തരത്തിൽ തൊട്ടു പിന്നാലെ തന്നെ ടൊവിനോ തോമസും ഉണ്ട് എന്നുള്ളതും. ഈ അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലൂടെയാണ് ഈ പട്ടികയിൽ ടൊവിനോയും ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അതും നല്ലൊരു ചിത്രമായിരുന്നു. ഏറെ ആ സമയത്ത് ഇറങ്ങിയ സമയത്ത് വലിയ പ്രശംസകൾ ഏറ്റുവാങ്ങി. അതുപോലെ തന്നെ തിയേറ്ററുകൾ നിറഞ്ഞ് ആളുകൾ ഉണ്ടായിരുന്ന, പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ ആസ്വാദകരമായ ഒരു ചിത്രം തന്നെയായിരുന്നു അജയൻ്റെ രണ്ടാം മോഷണം എന്നുള്ളതും. എന്തായാലും ഇന്ന് വൈകിട്ട് 3:30 ഇത്തരത്തിൽ ആരാണ് മികച്ച നടൻ, ആരാണ് മികച്ച നടി, അതുപോലെ തന്നെ ഏതാണ് മികച്ച സിനിമ എന്നുള്ള കാര്യമൊക്കെ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. എന്തിനായാലും പ്രേക്ഷകരും അല്ലെങ്കിൽ തന്നെ മലയാള ചലച്ചിത്ര ലോകവും ഉറ്റുനോക്കുന്നതും ആ കാര്യം തന്നെയാണ് മനു.